Hi all, welcome to Edually again. നമ്മൾ ഇന്ന് പാർട്ട് 2 ആണ്. ആക്ച്വലി ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പം ഇതിൻ്റെ വീഡിയോ ലെങ്ത് കൂടിപ്പോയി. അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് 2 ഭാഗമാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻട്രോ രണ്ടാമതായിട്ട് പറഞ്ഞതാണ്. സോ കഴിഞ്ഞ ദിവസം ഈ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ കണക്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തന്നെ ബാക്കിയാണ് ഈ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫാക്റ്റുകൾ എന്ന് പറയുന്നത് ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടാലാണെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എഴുതി പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പേ അത് പോയി കണ്ടിട്ട് വരിക കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. സോ പവർ പോയിന്റിൻ്റെ അടുത്ത ഫാക്റ്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത്, നമ്മൾ എന്താണ് സ്ലൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് പവർ പോയിന്റിൻ്റെ ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 ഇഞ്ചസ് ആണ്. ഹൈറ്റ് വന്നിട്ടോ 7.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക, 10 ഇഞ്ചസ് ആണ്. ഡീഫോൾട്ട് സ്ലൈഡ് ഹൈറ്റ് എത്രയാണ്? 7.5 ഇഞ്ചസ് ആണ്. ഇത് രണ്ടും PSC എക്സാമിൽ ചോദിക്കുന്നുണ്ട്. ദെൻ അടുത്തത് നോക്കുക, ഡീഫോൾട്ട് സ്ലൈഡ് ഓറിയന്റേഷൻ ഫോർ സ്ലൈഡ്സ്. നമ്മൾ പേജ് ഓറിയന്റേഷൻസ് പറയുന്നുണ്ട്. ഇവിടെ സ്ലൈഡ് ആയതുകൊണ്ടാണ് സ്ലൈഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സ്ലൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഇവിടെ പ്രത്യേകം പഠിക്കണം. ഇവിടെ 2 ഓറിയന്റേഷൻ ഡീഫോൾട്ട് നമ്മൾ പഠിക്കാനുണ്ട്. സ്ലൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷനാണ് ലാൻഡ്സ്കേപ്പ്. സ്ലൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷനാണ് ഡീഫോൾട്ട് ഓറിയന്റേഷൻ. ഏതാണ്? ലാൻഡ്സ്കേപ്പ് ആണ്. ഡീഫോൾട്ട് സ്ലൈഡ് ഓറിയന്റേഷൻ ഫോർ നോട്ട്സ്, ഹാൻഡ് ഔട്ട്, ഔട്ട്ലൈൻ. എന്താണ് നോട്ട്സ്, എന്താണ് ഹാൻഡ് ഔട്ട്, എന്താണ് ഔട്ട്ലൈൻ എന്നുള്ളതൊക്കെ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പവർ പോയിന്റിന്റെ ക്ലാസ്സസ് ഒക്കെ എടുത്ത് നോക്കുക. സോ ഡീഫോൾട്ട് സ്ലൈഡ് ഓറിയന്റേഷൻ ഫോർ നോട്ട്സ് എന്ന് പറയുന്നത് എന്താ? സ്പീക്കർ നോട്ട്സ് ആണ്. നമ്മൾ സ്ലൈഡിൽ ഹൈഡ് ചെയ്തിട്ടുള്ള, പക്ഷേ സ്പീക്കറിന് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കീ നോട്ട്സുകൾ നമുക്ക് താഴെ എഴുതിയിടാം. സ്പീക്കർ നോട്ട്സ് എന്നാണ് അതിനെ പറയുക. ആ നോട്ട്സിന്റെ ഓറിയന്റേഷൻ വന്നിട്ട് എന്താണ്? പോർട്രേറ്റ് ആണ്. ഹാൻഡ് ഔട്ട് എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ സ്ലൈഡ്സിനെ ഒരുമിച്ചാക്കാം. അപ്പൊ അങ്ങനെ വരുന്നതിനെയും എന്ത് ചെയ്യാൻ പറ്റും? പോർട്രേറ്റ് ഓറിയന്റേഷൻ ആണ് ഉള്ളത്. സോ ഈ 4 പോയിന്റുകൾ ഓർത്തിരിക്കുക. ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചസ് ആണ്. ഡീഫോൾട്ട് സ്ലൈഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 7.5 ഇഞ്ചസ് ആണ്. ഡീഫോൾട്ട് സ്ലൈഡ് ഓറിയന്റേഷൻ ഫോർ സ്ലൈഡ്സ് ആണെങ്കിൽ, സ്ലൈഡ്സിനാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആണ്. ഹാൻഡ് ഔട്ട്, നോട്ട്, ഔട്ട്ലൈൻ ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് പഠിച്ചു വെക്കേണ്ടത് ഡീഫോൾട്ട് സ്ലൈഡ് സൈസ്. ഡീഫോൾട്ട് സ്ലൈഡ് സൈസ് എന്ന് പറയുന്നത് 4:3 ആണ്. ഓൺ സ്ക്രീൻ ഷോ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. പ്രാക്ടിക്കലി അതിൻ്റെ ഒരു സ്ക്രീൻ കാണിച്ചു തരാം. സോ ഈ ഒരു 5 പോയിന്റ് ആണ് ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് ഫാക്ട് ഫ്രം പവർ പോയിന്റ് ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്നത്. സോ ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത് എത്രയാ പറഞ്ഞേ? ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത് എത്രയാണ്? 10 ഇഞ്ചസ് ആണ്. സ്ലൈഡ് ഹൈറ്റ് എത്രയാ? 7.5 ഇഞ്ചസ് ആണ്. സ്ലൈഡ്സിന്റെ ഡീഫോൾട്ട് ഓറിയന്റേഷൻ എന്താണ്? സ്ലൈഡ്സിന്റെ ചോദിച്ചേ, ഏതാ? ഇവിടെ പറഞ്ഞേ. സ്ലൈഡ്സിന്റെ ഡീഫോൾട്ട് ഓറിയന്റേഷൻ ഏതാ? ലാൻഡ്സ്കേപ്പ് ആണ്. ഇനി നോട്ട്സ്, ഹാൻഡ് ഔട്ട്, ഔട്ട്ലൈൻ അതിനൊക്കെ ആണെങ്കിലോ ഓർത്തേ, നോട്ട്സ് നമ്മൾ നോട്ട്സ് എപ്പോഴും വെർട്ടിക്കലി ആണ് എഴുതുക അല്ലേ? അപ്പൊ ഏതായിരിക്കും? പോർട്രേറ്റ്. നോട്ട്സ്, ഹാൻഡ് ഔട്ട്, ഔട്ട്ലൈൻ ഇതിനൊക്കെ എന്താണ്? പോർട്രേറ്റ് ആണ് ഡീഫോൾട്ട് ഓറിയന്റേഷൻ വരുന്നത്. ഇനി സ്ലൈഡ് സൈസ് പഠിച്ചു വെക്കുക. ഓൺ സ്ക്രീൻ ഷോ എത്രയാണ്? 4:3 ആണ് സൈസ് വരുന്നത്. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് വേർഡിന്റെ ഡീഫോൾട്ട് ഓറിയന്റേഷൻ എന്താ? വേർഡിന്റെ ഓറിയന്റേഷൻ എന്താണ്? പോർട്രേറ്റ് ആണ്. ഇനി എക്സലിന്റെ ഓറിയന്റേഷൻ എന്താണ്? എക്സലിന്റെ ഓറിയന്റേഷൻ എന്താണ്? അതും പോർട്രേറ്റ് ആണ്. പക്ഷെ പവർ പോയിന്റിൽ വന്നപ്പോൾ പവർ പോയിന്റിന്റെ ഓറിയന്റേഷൻ 2 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഫോർ സ്ലൈഡ്സ് ആണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ ആണ് ഡീഫോൾട്ട്. ഫോർ നോട്ട്സ്, ഹാൻഡ് ഔട്ട്, ഔട്ട്ലൈൻ ഒക്കെ ആണെങ്കിൽ അതിന് പോർട്രേറ്റ് ആണ്. 2 ഓറിയന്റേഷൻ ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് രണ്ടും പഠിക്കുക. ലാൻഡ്സ്കേപ്പും വരും, എന്താണ്? പോർട്രേറ്റും വരും. ലാൻഡ്സ്കേപ്പ് ഫോർ എന്താണ്? സ്ലൈഡ്സ് ആണ്. പോർട്രേറ്റ് ഫോർ നോട്ട്സ്, ഹാൻഡ് ഔട്ട്, പിന്നെന്താണ്? ഔട്ട്ലൈൻ. അപ്പം അത് അങ്ങനെ പഠിച്ചു വെക്കുക. പിന്നെ എന്താണ്? നമുക്ക് പേജ് സൈസ് അല്ലെങ്കിൽ സ്ലൈഡ് സൈസ് അറിഞ്ഞിരിക്കണം. സ്ലൈഡ് സൈസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ പഠിച്ചു. എന്താണ്? ഓൺ സ്ക്രീൻ ഷോ 4:3 ആണെന്ന് പഠിച്ചു. ഇനി വേർഡിൻ്റെ കേസിൽ ഞാനിതൊന്ന് വായിച്ചോട്ടെ.
അപ്പം ഇത് ഓർത്തിരിക്കുക. ഈ കമ്പൈൻ ചെയ്ത് പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, മറന്നു പോകരുത്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നോക്കിയേ, നെക്സ്റ്റ് ആണെങ്കിൽ പറയാൻ പോകുന്നത് പേജ് സൈസ് ആണ്. വേർഡിന്റെ പേജ് സൈസ് എന്ന് പറയുന്നത് ലെറ്റർ ആണ്, മാറിപ്പോവരുത്. ഡീഫോൾട്ട് പേപ്പർ സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേജ് സൈസ് എന്ന് പറയുന്നത് വേർഡിനകത്ത് ലെറ്റർ ആണ്. എക്സലിനകത്ത് എന്താണ്? A4 ആണ്. നമ്മുടെ സ്ലൈഡ് സൈസ് പറയുന്നത് പവർ പോയിന്റിനകത്ത് അത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു റേഷ്യോ, സ്ക്രീൻ റേഷ്യോ ബേസിലാണ് പറയുന്നത്. അപ്പം അത് ഓർത്തിരിക്കുക. വേർഡിലാണെങ്കിൽ പേപ്പർ സൈസ് എത്ര അല്ലെങ്കിൽ പേജ് സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റർ ആണ്. എക്സലിനെ സംബന്ധിച്ചിടത്തോളം പേപ്പർ സൈസ് അല്ലെങ്കിൽ പേജ് സൈസ് എന്ന് പറയുന്നത് A4 ആണ്. സ്ലൈഡ് സൈസ് ഓർത്തിരിക്കുക 4:3 ആണ്. ക്ലിയർ? ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് കാണിക്കാമെന്നുള്ളത്. സോ നമുക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരാം. ഇനി ഇവിടെ നോക്കിയേ, നമ്മളുടെ പവർ പോയിന്റിനകത്ത് ഡിസൈൻ എന്ന് പറയുന്ന ടാബിലാണ് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷനും സ്ലൈഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഓപ്ഷനും ഉള്ളത്. നമുക്ക് ഓൾമോസ്റ്റ് വേർഡിൻ്റെ ഒരു 75% തന്നെയാണ് പവർ പോയിന്റ്. കുറേ കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ വേർഡിനകത്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ പവർ പോയിന്റ് എന്നുള്ള കേസിലും ചോദിച്ചാൽ ഉത്തരം എഴുതാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനകത്തുള്ള ഒരു വ്യത്യാസമാണ് ഡിസൈൻ ടാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസൈൻ ടാബ് എന്ന് പറയുന്നത് പവർ പോയിന്റിലെ വൺ ഓഫ് ദി മേജർ ടാബാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ ഒരു എന്ത് കിട്ടും? ഒരു ഡയലോഗ് ബോക്സസ് കിട്ടും. അതിനകത്ത് കാണാം സ്ലൈഡ് സൈസ്ഡ് 4. ഇവിടെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വിടുത്ത് കൂട്ടിയിട്ടേക്കുന്നതാണ്. ഡീഫോൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 4:3. അപ്പോൾ 4:3 ആക്കി കഴിഞ്ഞാൽ കാണാം. കണ്ടോ, ഇതാണ് നമ്മളുടെ ഡീഫോൾട്ട് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ലൈഡ് ഷോ എടുക്കുന്ന സമയത്ത് നോക്കിയേ, ഇത്രേ കാണുള്ളൂ. ബാക്കി ഇത്രയും ഭാഗം എന്താണ്? ബ്ലാക്ക് ആയിട്ട് കിടക്കും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്? അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഈ സ്ക്രീനിൻ്റെ റേഷ്യോയ്ക്ക് അനുസരിച്ച് 16:9 ഇടുമ്പോഴാണ് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഓപ്ഷൻസ് ഉള്ളത് ഡിസൈനിലെ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ്. ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഏതാണ്? 4:3 ആണ്. ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഓർത്തിരിക്കുക 4:3 ഉണ്ട്, 16:9 ഉണ്ട്, 16:10 ഉണ്ട്, ലെറ്റർ സൈസ് ഉണ്ട്, ലെഡ്ജർ പേപ്പർ ഉണ്ട്, A3, A4, അതുപോലെ B4, B5, 35mm സ്ലൈഡ്സ് ഉണ്ട്, ഓവർ ഹെഡ്, ബാനർ, അങ്ങനെ കസ്റ്റം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നവർ വേണമെങ്കിൽ ഇത് പോസ് ചെയ്ത് എഴുതി വെക്കാവുന്നതാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഏതാണ്? 4:3 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്, ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചസ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7.5 ഇഞ്ചസ് ആണ്. ഡീഫോൾട്ട് നമ്പർ ഓഫ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഇനി നോക്കിയേ, സ്ലൈഡ് ഓറിയന്റേഷൻ സ്ലൈഡ്സും ഉണ്ട്, നോട്ട്സ്, ഹാൻഡ് ഔട്ട്, ഔട്ട്ലൈനും ഉണ്ട്. സ്ലൈഡ്സിനാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആണ്, നോട്ട്സിനാണെങ്കിലോ പോർട്രേറ്റ് ആണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമുക്കിവിടെ മിനിമം മാക്സിമം ഒക്കെ കണ്ടുപിടിക്കാലോ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഒരു സ്ലൈഡിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? ഇവിടെ ഒരു റാൻഡം വാല്യൂ ഇട്ടു, ഞാൻ 0.5 ആണ് ഇട്ട് നോക്കിയത്. അപ്പോൾ നോക്കിയേ, ഓട്ടോമാറ്റിക്കലി ഏറ്റവും ചെറിയ വാല്യൂ അത് മനസ്സിലാക്കി റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ വിഡ്ത്ത് ക്യാൻ ബി അപ്ലൈഡ് ഫോർ എ സ്ലൈഡ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു സ്ലൈഡിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഡീഫോൾട്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. മാക്സിമം നമുക്ക് ഒരു റാൻഡം വാല്യൂ ഇട്ട് നോക്കാം. മാക്സിമം എന്ന് പറയുന്നത് 56 ഇഞ്ചാണ്. അപ്പം ആ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു സ്ലൈഡിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 56 ഇഞ്ചാണ്. ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്.
ക്ലിയർ? ഈ 3 പോയിന്റുകൾ ഡയറക്ട്ലി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇനി ഉത്തരം തെറ്റിക്കരുത്. സോ ഒരു സ്ലൈഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഡീഫോൾട്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചസ് ആണ്. ഇനി മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 56 ഇഞ്ചസ് ആണ്. അപ്പൊ അത് ഓക്കെയാണ്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഹൈറ്റും അതുപോലെ കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഹൈറ്റ് കൊടുക്കുന്ന സമയത്ത് നോക്കിയേ, ഡിഫോൾട്ട് ഹൈറ്റ് 7.5 ആണ്. ഞാൻ ഹൈറ്റ് നോക്കി, ഹൈറ്റ് എത്രയാണ്? 1 ഇഞ്ചാണ് ഏറ്റവും ചെറിയ ഹൈറ്റ്. നമുക്ക് ഒരു സ്ലൈഡിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഹൈറ്റ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഏറ്റവും വലിയ ഹൈറ്റ് നോക്കാം. ഏറ്റവും വലിയ ഹൈറ്റ് എന്ത് തന്നെയാണ്? 56 ഇഞ്ച്. അപ്പൊ രണ്ടും ഒരുപോലെ പഠിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ലാസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് എഴുതാം. ഇനി ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്ലൈഡാണ് ഏറ്റവും ഡീഫോൾട്ടും ഏറ്റവും മിനിമം എന്ന് പറയുന്നത്. മാക്സിമം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? 9999 സ്ലൈഡാണ് എവിടെ ആഡ് ചെയ്യാൻ പറ്റുക? മാക്സിമം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. നോക്കിയേ, ഈ കാര്യങ്ങളാണ് പഠിച്ചത്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു? ഒരു സ്ലൈഡിന് ആഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന മിനിമം വിഡ്ത്ത് എത്രയായിരുന്നു? മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? 1 ഇഞ്ചാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഒരു സ്ലൈഡിന് കൊടുക്കാൻ കഴിയുന്ന ഡീഫോൾട്ട് വിഡ്ത്ത്, ഒരു സ്ലൈഡിന്റെ ഡീഫോൾട്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 ഇഞ്ചാണെന്ന് നമ്മൾ പഠിച്ചു. ഇത് ഡി ആണ് കേട്ടോ, ഡിഫോൾട്ട്. ഓക്കെ, ഡിഫോൾട്ട്. ഇനി മാക്സിമം വിഡ്ത്ത് എത്രയാണ്? മാക്സിമം വിഡ്ത്ത് എത്രയാണ്? 56 ഇഞ്ച് എന്ന് നമ്മൾ പഠിച്ചു. ഇത് സ്ലൈഡിന്റെ വിഡ്ത്തിന്റെ കേസാണ് ഈ പറഞ്ഞത് അല്ലേ? ഒരു സ്ലൈഡിന് ആഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു സ്ലൈഡിന് കൊടുക്കാൻ കഴിയുന്ന മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഒരു സ്ലൈഡിന് ആഡ് ചെയ്യാൻ കഴിയുന്ന ഡീഫോൾട്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. ഒരു സ്ലൈഡിന് ആഡ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 56 ഇഞ്ചാണ്. ഇനി ഹൈറ്റിന്റെ കേസ് നോക്കിയേ, ഒരു സ്ലൈഡിന് ആഡ് ചെയ്യാൻ കഴിയുന്ന മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 1 ഇഞ്ച് തന്നെയാണ്. ഇനി ഡീഫോൾട്ട് ഹൈറ്റ് എത്രയാ പറഞ്ഞേ? ഡീഫോൾട്ട് ഹൈറ്റ് എത്രയാ പറഞ്ഞേ? എത്രയായിരുന്നു? 7.5 ഇഞ്ചസ് ആണ്. ദെൻ മാക്സിമം ഹൈറ്റ് എന്ത് തന്നെയാണ്? 56 ഇഞ്ച് തന്നെയാണ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. പിന്നെന്തായിരുന്നു പഠിച്ചേ? നമ്പർ ഓഫ് സ്ലൈഡ്സ്, മാക്സിമം നമ്പർ ഓഫ് സ്ലൈഡ്സ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടത്. ഡീഫോൾട്ട് ആയിട്ട് എത്ര സ്ലൈഡ് ഉണ്ട്? 1 സ്ലൈഡാണുള്ളത്. മിനിമം എന്ന് പറയുന്നത് 3 തന്നെയാണ്. മാക്സിമം നമുക്ക് എത്ര എഴുതാം? 9999 സ്ലൈഡ്സ് വരെയാണ് ആഡ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പോർഷൻസ് ഒക്കെ ഒന്ന് റിവൈൻ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. പ്രാക്ടിക്കൽ സെഷനിൽ കൃത്യമായിട്ട് ആ ഡയലോഗ് ബോക്സ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ആവശ്യം വരാം. ഇപ്പോഴത്തെ പരീക്ഷകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.